നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളങ്കര മാലിക് ദിനാർ പള്ളിക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. ബാംഗ്ലൂർ DJ ഹള്ളിയിലെ മുജാഹിദിന്റെ മകൻ ഫൈസാനാണ് മരിച്ചത്. കുളത്തിൽ കുളിക്കാനിറങ്ങിയ അനുജനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫൈസാൻ മുങ്ങി മരിച്ചത്. ദേശീയപാത 66ന്റെ നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന് ദേശീയപാത അതോറിറ്റി 1 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തി. കാസർഗോഡ് ജില്ലയിലെ ചെങ്കള നീലേശ്വരം റീച്ചിന്റെ നിർമ്മാണ ചുമതലയാണ് മേഘയ്ക്കുള്ളത്. പെരുമ്പളക്കടവ് കോവലിൽ 100ഓളം വീടുകളിൽ വെള്ളം കയറി. വീടുകളിലും പരിസരങ്ങളിലും മലിനജലം കയറിയതോടെ പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കടലാക്രമണം രൂക്ഷമായതോടെ പെർവാട് കടപ്പുറത്ത് ജിയോ ബാഗ് കടൽഭിത്തിയും കടലെടുക്കുന്നു. ആശങ്കയിൽ ജനങ്ങൾ. മംഗളൂരു ജെപ്പിനമുകളിലുണ്ടായ വാഹനാപകടത്തിൽ NSUI നേതാവും സുഹൃത്തും ദാരുണമായി മരിച്ചു. NSUI ദക്ഷിണ കന്നഡ ജില്ലാ വൈസ് പ്രസിഡന്റ് ഓം ശ്രീ പൂജാരി, സുഹൃത്ത് അമൻ റാവു എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ചെറുവത്തൂർ കുളങ്ങാട്ട് മലയുടെ കാടാങ്കോട് പൊള്ളയിൽ ഭാഗത്ത് കുന്നിടിഞ്ഞു. പാറക്കല്ലും ചരൽ മണ്ണും ഇളകി നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപം വീണു. വാർത്തകൾ വിശദമായി. തളങ്കര മാലിക് ദിനാർ പള്ളിക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. ബാംഗ്ലൂർ DJ ഹള്ളി താനി റോഡിലെ മുജാഹിദിന്റെ മകനും അറബിക് കോളേജ് വിദ്യാർത്ഥിയുമായ ഫൈസാനാണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം മാലിക് ദിനാർ പള്ളിയിൽ സിയാറത്തിനായി എത്തിയ ഫൈസാൻ കുളത്തിൽ കുളിക്കാനിറങ്ങിയ അനുജനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് മുങ്ങി മരിച്ചത്. തളങ്കര മാലിക് ദിനാർ പള്ളിയിലെ കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചത് നാടിനെ കണ്ണീരിലാഴ്ത്തി. ബംഗളൂർ DJ ഹള്ളി താനി റോഡിലെ മുജാഹിദ്ദീൻ്റെ മകനും അറബിക് കോളേജ് വിദ്യാർത്ഥിയുമായ ഫൈസാനാണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം മാലിക് ദിനാർ പള്ളിയിൽ സിയാറത്തിനായി എത്തിയതായിരുന്നു ഫൈസാൻ. അനുജൻ സക്കലൈൻ പള്ളിക്കുളത്തിൽ രാവിലെ 11 മണിയോടെ കുളിക്കാനിറങ്ങിയിരുന്നു. കാൽവഴുതിയ സക്കലൈൻ നിലയില്ലാ കയത്തിലേക്ക് വീഴുകയും ചെയ്തു. അനുജൻ മുങ്ങിത്താഴുന്നത് കണ്ടയുടൻ രക്ഷിക്കുവാനായി കുളത്തിലേക്ക് ഫൈസാൻ എടുത്തുചാടി. എന്നാൽ ശക്തമായ മഴ കാരണം നിറഞ്ഞു കവിഞ്ഞ കുളത്തിൽ ഫൈസാനും മുങ്ങിത്താഴ്ന്നു. സമീപത്തുണ്ടായിരുന്ന ബന്ധുക്കളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് 2 പേരെയും കുളത്തിൽ നിന്നും പുറത്തെടുത്തത്. ഉടൻ തന്നെ തളങ്കര മാലിക് ദിനാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഫൈസാന്റെ ജീവൻ രക്ഷിക്കുവാനായില്ല. അനുജൻ സക്കലൈൻ മാലിക് ദിനാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫൈസാന്റെ മൃതദേഹം പിന്നീട് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഷക്കീലയാണ് മരണപ്പെട്ട ഫൈസാന്റെ മാതാവ്. റിയാൻ, സൽമാൻ, അഫ്നാം എന്നിവർ മറ്റു സഹോദരങ്ങളാണ്. ഫൈസാനും സഹോദരനും കുടുംബാംഗങ്ങളുമടങ്ങുന്ന 11 അംഗ സംഘം ചൊവ്വാഴ്ച വൈകുന്നേരമാണ് മാലിക് ദിനാർ പള്ളിയിൽ സിയാറത്തിന് എത്തിയത്. ബുധനാഴ്ച ഉച്ചയോടെ ഇവർ മടങ്ങാനിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് നാടിനെ തന്നെ വേദനയിലാഴ്ത്തിയ അപകട മരണമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത 66ന്റെ നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന് ദേശീയപാത അതോറിറ്റി 1 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തി. കാസർഗോഡ് ജില്ലയിലെ ചെങ്കള നീലേശ്വരം റീച്ചിന്റെ നിർമ്മാണ ചുമതലയാണ് മേഘയ്ക്കുള്ളത്. ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ 90 ലക്ഷം രൂപ വരെ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലാണ്. വിഷയത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ദേശീയപാത അതോറിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. ദേശീയപാത 66ന്റെ നിർമ്മാണത്തിലെ അപാകതകളിൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കമ്പനിക്ക് വിലക്കേർപ്പെടുത്തി ദേശീയപാത അതോറിറ്റി. കാസർഗോഡ് ജില്ലയിലെ ചെങ്കള നീലേശ്വരം റീച്ചിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയായ മേഘയ്ക്ക് 1 വർഷത്തെ വിലക്കാണ് ഏർപ്പെടുത്തിയത്. ദേശീയപാതയ്ക്കായി കുന്നിടിച്ച ഭാഗത്ത് സോയിൽ നെയിലിംഗ് ചെയ്തതിനു ശേഷവും മണ്ണിടിച്ചിലുണ്ടായ സംഭവം ഉൾപ്പെടെ പരിഗണിച്ചാണ് നടപടി. തിങ്കളാഴ്ചയായിരുന്നു ചെർക്കളയിൽ സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗം മണ്ണിടിഞ്ഞ് തകർന്നത്. രൂപകൽപ്പനയിലെ അപാകത, ഉയർന്ന ചെരിവ്, മോശം ഡ്രെയിനേജ് സംവിധാനം എന്നിവയാണ് തകർച്ചയ്ക്ക് കാരണമായതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഹൈബ്രിഡ് ആൻവിറ്റി മോഡൽ എന്ന പ്രത്യേക കരാറിലാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത്. ഈ കരാർ അനുസരിച്ച് 15 വർഷത്തേക്ക് പാതയുടെ അറ്റകുറ്റപ്പണികളും പരിപാലനവും നടത്തുവാൻ കരാർ കമ്പനി ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇപ്പോൾ തകർന്ന ഭാഗം സ്വന്തം ചെലവിൽ പുനർനിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം മേഘ എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ്. ഈ ഗുരുതരമായ വീഴ്ചയെ തുടർന്ന് മേഘയ്ക്ക് ദേശീയപാത അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. 1 വർഷത്തേക്ക് കമ്പനിയെ ലേലങ്ങളിൽ നിന്ന് വിലക്കുവാനും 9 കോടി രൂപ വരെ പിഴ ചുമത്തുവാനും ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തിട്ടുണ്ട്.
ഈ വിഷയത്തിൽ വിശദമായ പഠനം നടത്തുവാൻ ഒരു വിദഗ്ധ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുമ്പളക്കടവ് കൊവ്വലിൽ 100ഓളം വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തെ തോടിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി വീട് നിർമ്മിച്ചതും ചുറ്റുമതിൽ നിർമ്മിച്ചതുമാണ് വീടുകളിലേക്ക് വെള്ളം കയറുവാനിടയാക്കിയത്. വീടുകളിലും പരിസരങ്ങളിലും മലിനജലം കയറിയതോടെ പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കിണറുകളിൽ ഉൾപ്പെടെ മലിനജലം കയറിയതോടെ കുടിവെള്ളവും മുട്ടി. പെരുമ്പളക്കടവ് കൊവ്വൽ പ്രദേശവാസികൾക്ക് ഈ മഴക്കാലവും ദുരിതത്തിന്റെ ദിനങ്ങളാണ് നൽകുന്നത്. കനത്ത മഴയിൽ ഈ പ്രദേശത്ത് 100ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. വെള്ളം ഒഴുകിപ്പോകുന്ന പ്രധാന തോടിനെ തടസ്സപ്പെടുത്തി വീട് നിർമ്മിച്ചതും ചുറ്റുമതിൽ നിർമ്മിച്ചതുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായത്. തോട് തടസ്സപ്പെടുത്തിയതോടെ സമീപത്തെ വയലുകളിൽ വെള്ളം കെട്ടിനിൽക്കുകയും പ്രദേശത്തെ വീടുകളിലെല്ലാം വെള്ളം കയറുകയുമായിരുന്നു. വീടുകളിലും പരിസരങ്ങളിലും മലിനജലം നിറഞ്ഞതോടെ പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. മുറ്റത്തുൾപ്പെടെ വെള്ളം കയറിയതിനാൽ വാഹനങ്ങൾ വെള്ളത്തിലാണ്. കിണറുകളിലേക്കും മലിനജലം ഇറങ്ങി ഈ കുടുംബങ്ങളുടെയെല്ലാം കുടിവെള്ളവും മുട്ടി. പ്രദേശവാസികൾ വളരെയധികം ദുരിതത്തിലാണെന്നും വിഷയത്തിൽ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസിയായ ഇബ്രാഹിം KCN ന്യൂസിനോട് പറഞ്ഞു. വയൽ നിർത്തിയിട്ട് വീട് കെട്ടാൻ പെർമിഷൻ കൊടുത്തുകൊണ്ട് ഇപ്പോൾ വെള്ളം ഈ പഞ്ചായത്ത് തോടിലേക്ക് വെള്ളം പോകുന്നില്ല. എല്ലാം മൊത്തം വീടിൻ്റെ ചുറ്റും വെള്ളമാണ്. നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. കിണറിൽ മാലിന്യജലം കയറുന്നുണ്ട്. ചുറ്റുവട്ടം ബാത്റൂം ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ 100 വീടിനുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. പഞ്ചായത്ത് ഇതിനുള്ള നടപടി എടുക്കണം എന്നാണ് നമ്മളെ ആവശ്യം. പഞ്ചായത്തിന് ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട്, വില്ലേജ് ഓഫീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നടപടി എടുക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാൻ പരാതിപ്പെട്ടിന്, എന്നിട്ടൊന്നും നടപടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മഴക്കാലവും ഈ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. അന്ന് തോടിനു മുകളിൽ മണ്ണിട്ടതിനെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകാതെ വയലുകളിൽ കെട്ടിനിന്നായിരുന്നു വീടുകളിൽ വെള്ളം കയറിയത്. ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ വിഷയം കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് തോടിൽ നിക്ഷേപിച്ച മണ്ണെടുക്കുകയും പ്രശ്നപരിഹാരമുണ്ടാകുകയും ചെയ്തിരുന്നു. പ്രദേശവാസികൾ ആശ്വാസത്തിലിരിക്കെയാണ് ഈ വർഷം വയൽ നികത്തി തോടിന് തടസ്സം സൃഷ്ടിച്ച് വീട് പണിയുകയും ചുറ്റുമതിൽ നിർമ്മിക്കുകയും ചെയ്തത്. ഒരു പ്രദേശത്തെയാകെ ദുരിതത്തിലാക്കുന്ന ഇത്തരം നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്ന പഞ്ചായത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടലാക്രമണം രൂക്ഷമായതോടെ പെർവാട് കടപ്പുറത്ത് ജിയോ ബാഗ് കടൽ ഭിത്തിയും കടലെടുക്കുന്നു. ശാസ്ത്രീയമല്ലാത്ത ഒരു പരീക്ഷണത്തിനും കടലാക്രമണത്തെ തടയാനാകില്ലെന്നാണ് ജിയോ ബാഗ് ഉപയോഗപ്പെടുത്തിയുള്ള കടൽ സംരക്ഷണ ഭിത്തി കൂടി തകർന്നതിലൂടെ വ്യക്തമാകുന്നത്. കടൽക്ഷോഭം തടയുവാൻ അധികൃതർ ഒന്നൊന്നായി ശാസ്ത്രീയമല്ലാത്ത പരീക്ഷണങ്ങൾ നടത്തി നോക്കുമ്പോഴും ശക്തമായ കടലേറ്റത്തെ ചെറുക്കുവാൻ ഒരു പദ്ധതികൾക്കുമാവുന്നില്ല. പെർവാട് കടപ്പുറത്ത് രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന 150 മീറ്റർ സ്ഥലത്ത് പരീക്ഷണാർത്ഥമാണ് 2023 ജിയോ ബാഗ് ഉപയോഗപ്പെടുത്തിയുള്ള കടൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. 2 വർഷം പിടിച്ചു നിന്നെങ്കിലും ഇപ്പോഴത്തെ രൂക്ഷമായ കടലാക്രമണത്തെ ചെറുക്കുവാൻ ജിയോ ബാഗ് തീരസംരക്ഷണ പദ്ധതിക്കായില്ല. 2 ദിവസങ്ങളിലായി തുടരുന്ന ശക്തമായ കടലേറ്റത്തിൽ ഇന്നലെ ജിയോ ബാഗ് കടൽ ഭിത്തിയുടെ പകുതി ഭാഗവും കടലെടുത്തു കഴിഞ്ഞു. പെർവാട് കടപ്പുറത്ത് ചെറിയ കരിങ്കല്ല് കൊണ്ട് പാകിയ അവശേഷിച്ച കടൽ ഭിത്തി ഇന്നലെ കടലെടുത്തിരുന്നു. അതേസമയം കോയിപ്പാടിയിലെ വലിയ കരിങ്കല്ലുകളാൽ നിർമ്മിച്ച പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള കടൽ ഭിത്തിക്ക് യാതൊരു കുഴപ്പവുമില്ലാത്തത് തീരമേഖലയ്ക്ക് ആശ്വാസമായിട്ടുണ്ട്. കാലവർഷം തുടക്കത്തിൽ തന്നെ കടൽക്ഷോഭം രൂക്ഷമായതും കടലിൽ പോകുവാനാകാത്തതും ട്രോളിംഗ് നിരോധനവും തീരദേശവാസികളെ ദുരിതത്തിലും വറുതിയിലുമാക്കിയിട്ടുണ്ട്. ഇനിയുള്ള മഴക്കാലത്തെ ഓർത്ത് നെടുവീർപ്പെടുകയാണ് തീരദേശവാസികൾ. തീരദേശ മേഖലയിൽ ശാസ്ത്രീയമായ സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് തീരദേശവാസികളുടെ ആവശ്യം. ഇതിനായുള്ള ശ്രമങ്ങൾ അധികൃതർ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പദ്ധതിയിലെ കാലതാമസം തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു ജെപ്പിനമൊഗറിലുണ്ടായ വാഹനാപകടത്തിൽ NSUI നേതാവിനും സുഹൃത്തിനും ദാരുണാന്ത്യം. NSUI ദക്ഷിണ കന്നഡ ജില്ലാ വൈസ് പ്രസിഡന്റ് ഓം ശ്രീ പൂജാരി, സുഹൃത്ത് അമൻ റാവു എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. തലപ്പാടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മംഗളൂരുവിലേക്ക് മടങ്ങുകയായിരുന്നു ഇരുവരും. ജെപ്പിനമൊഗറിലെത്തിയപ്പോൾ ഇവർ സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ഇരുവരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. കോൺഗ്രസ് പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഓം ശ്രീയുടെയും സുഹൃത്തിന്റെയും അകാല വിയോഗം നേതാക്കളെയും സുഹൃത്തുക്കളെയും വേദനയിലാഴ്ത്തി. ചെറുവത്തൂർ കുളങ്ങാട്ട് മലയുടെ കാടാങ്കോട് പൊള്ളയിൽ ഭാഗത്ത് കുന്നിടിഞ്ഞു.
പാറക്കല്ലും ചരൽ മണ്ണും ഇളകി നിർമ്മാണത്തിലിരുന്ന വീടിന് സമീപം വീണു. ഇതോടെ കാടാങ്കോട് പൊള്ളയിലെ KC നുസൈബ, KC അഫ്സത്ത് എന്നിവരുടെ വീടുകളിലുള്ളവർ ആശങ്കയിലാണ്. വൈകുന്നേരം മുതൽ രാത്രി വരെ 3 മണിക്കൂറുകൾ കൊണ്ടാണ് കുളങ്ങാട്ടുമലയുടെ കാടങ്കോട് പൊള്ളയിൽ ഭാഗത്ത് കുന്നിടിഞ്ഞത്. ചരൽമണ്ണും പാറയും മരങ്ങളും വീടിന്റെ അടുക്കള ഭാഗത്തും ചവിട്ടിയിലും പതിച്ചു. വീട്ടുകാർ തൊട്ടടുത്ത വീട്ടിലാണ് രാത്രി കഴിഞ്ഞത്. കുന്നിടിഞ്ഞ സ്ഥലത്തും കുളങ്ങാട്ടുമലയിലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശനം നടത്തി. ജില്ലാ കളക്ടറെ MP ഫോണിൽ ബന്ധപ്പെട്ട് മലയ്ക്ക് ചുറ്റുമുള്ള കുടുംബങ്ങളുടെ ആശങ്ക അറിയിച്ചു. വേഗത്തിൽ വേണ്ട ഇടപെടൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. കുളങ്ങാട്ടുമലയുടെ മുകൾ ഭാഗത്തുണ്ടായ ആഴത്തിലുള്ള വിള്ളൽ ജിയോളജി വകുപ്പ് അധികൃതർ ഉൾപ്പെടെ പരിശോധിച്ച് കുത്തിയൊഴുകുന്ന വെള്ളം മറ്റൊരു ചാലിലൂടെ നീക്കിവിടുവാൻ അടിയന്തര നടപടിയുണ്ടാകണമെന്നും ഇല്ലെങ്കിൽ മനുഷ്യജീവനുകൾക്കും സ്വത്തുക്കൾക്കും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഈ ഇടിഞ്ഞ മല അങ്ങോട്ട് മറിഞ്ഞു വീണാൽ 40-40ഓളം വരുന്ന കുടുംബങ്ങൾ നാമാവശേഷമാകും. അപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിച്ചതുകൊണ്ട് ഇനി ജീവൻ അപകടമില്ലെങ്കിലും അവിടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ നശിക്കാനിടയുണ്ട്. അപ്പോൾ അത് അപകടകരമായ സ്ഥിതിയിൽ നിന്ന് ആളുകളെ രക്ഷിക്കണം. മാത്രമല്ല ഇവിടെ നിരന്തരമായി ഈ പമ്പ് ഹൗസ് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഓരോ വർഷവും വെള്ളക്കെട്ട് വീടുകൾക്കകത്തേക്ക് കയറുകയാണ്. ഞാൻ 2 പ്രാവശ്യം അവരെ ഒന്ന് കണ്ട് സന്ദർശിച്ച് അവരോട് പറഞ്ഞാണ് MP ഫണ്ടിൽ നിന്ന് ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ ഡ്രെയിനേജ് സംവിധാനം ഞാൻ ചെയ്തു കൊടുക്കാം. ഒരു എഞ്ചിനീയറെ കൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി തന്നു കഴിഞ്ഞാൽ ഞാനത് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ട് MP ഫണ്ട് അതിന് അനുവദിച്ചു കൊടുക്കും. തുടർന്ന് ചെറുവത്തൂർ കാടാങ്കോട് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. പാറകൾ ഇടിഞ്ഞു വീണ ജവാൻ നഗറിലെത്തിയ MP-യോട് വീട്ടുകാർ സംഭവം വിവരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും UDF നേതാക്കളും MP-ക്കൊപ്പം വിവിധ സ്ഥലങ്ങളിലെത്തി. മണ്ണ് അനധികൃതമായി കടത്തിക്കൊണ്ടുപോയ വഴി മല ഒരു കുഴിയായി മാറുകയും ആ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുകയും ആ മല ഇടിഞ്ഞ് വീഴുകയും ചെയ്തു. ഇത് പാറ കഷങ്ങൾ പോലെയാണ് വെട്ടുകല്ല് ഉരുണ്ടുവന്ന് ഈ 2 വീടുകൾക്കടുത്ത് വന്നിരിക്കുന്നത്. രാവിലെ ഇവരെയൊക്കെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അടിയന്തരമായി ഇവിടെ പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ വളരെ ഗുരുതരമായ ഭവിഷ്യത്ത് ഇവിടെ ഉണ്ടാകും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. +1 വിദ്യാർത്ഥികൾക്ക് മികച്ച വരവേൽപ്പ് നൽകി GHSS പാക്കം സ്കൂൾ. 2025-26 അക്കാദമിക വർഷത്തിലെ +1 വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രവേശനോത്സവം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ ഉദ്ഘാടനം ചെയ്തു. GHSS പാക്കം സ്കൂളിൽ 2025-26 അക്കാദമിക വർഷത്തിലെ +1 വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രവേശനോത്സവം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് P. ദാമോദരൻ നായർ അധ്യക്ഷത വഹിച്ചു. മലയാളം അധ്യാപകൻ രഘുവാസ് AV രക്ഷിതാക്കൾക്കുള്ള താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർതൃത്വം ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ KV, വാർഡ് മെമ്പർ രാധിക TV, SMC ചെയർമാൻ T. കുമാരൻ, PTA എക്സിക്യൂട്ടീവ് അംഗം സുനിൽ കുമാർ, ഷിനോജ്, മദർ PTA അംഗം പ്രസീന C, സീനിയർ അസിസ്റ്റന്റ് പ്രിയേഷ് കുമാർ K എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ സനിൽകുമാർ TV സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പ്രീതി V നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അർജാൽ മയിൽപ്പാറ കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. MLA ADS ഫണ്ടിൽ നിന്നും 22 ലക്ഷവും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 5 ലക്ഷവും ചിലവിട്ട് നിർമ്മിച്ച മൊഗ്രാൽ പുത്തൂർ അർജാൽ മയിൽപ്പാറ കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ, വാർഡ് മെമ്പർ ധർമ്മപാലൻ, അൻവർ ചേരങ്കൈ, സിദ്ദിഖ് ബേക്കൽ, കരീം ചൌക്കി, ജിലാനി കല്ലങ്കൈ, ജലീൽ KK പുറം, വേലായുധൻ, നാരായണൻ നായർ, മൂസ ബാസിത്ത്, ബഷീർ മൂപ്പ, ഷുക്കൂർ മുക്രി, നസീർ കല്ലങ്കൈ, സിറാജ് പോസ്റ്റ്, ഗഫൂർ ഹാജി, ഷഹീർ കാവിൽ, സുലൈമാൻ മയിൽപ്പാറ, സമദ് മാളിക, മൊയ്തു കല്ലങ്കൈ, സുലൈമാൻ അർജാൽ, സത്താർ അർജാൽ, റഹീം മയിൽപ്പാറ, സുലൈമാൻ മെട്രോ, മുസ്തഫ, മെഹ്മൂദ്, നൌഫൽ, ഇസ്മായിൽ, നാസർ അർജാൽ, നവാസ് തോട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ KK കോമ്പൗണ്ട് പ്രദേശത്ത് തിങ്കളാഴ്ചയുണ്ടായ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. പ്രദേശത്തെ നാസർ എന്നയാളുടെ വീട് പൂർണ്ണമായും തകർന്നു. തിങ്കളാഴ്ചയുണ്ടായ കനത്ത മഴയിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ KK കോമ്പൗണ്ട് പ്രദേശത്ത് വ്യാപക നാശനഷ്ടം.
പ്രദേശത്തെ നാസർ എന്നയാളുടെ വീട് മഴയിൽ പൂർണ്ണമായും തകർന്നു. വീടിന്റെ മിക്ക ഭാഗങ്ങളും പൂർണ്ണമായും തകർന്നതിനാൽ വീട് ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ നാസറിന്റെ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയിൽ പ്രദേശത്ത് കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ പെയ്ത മഴയിൽ വൻ നാശനഷ്ടമാണ് മഞ്ചേശ്വരത്തുണ്ടായത്. അതിൽ നിരവധി അതിഭീകരമായിട്ടുള്ള സംഭവം സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നാശനത്തിന്റെ വീട് ഇവിടെ വീണിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ അവിടെ പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഇതിനുള്ള സംഭവിച്ച നഷ്ടങ്ങൾക്ക് പരിഹാരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. അയൽവാസികളും നാട്ടുകാരും വൈറ്റ് ഗാർഡുകളും SDPI പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാൽപന്തുകളിയിലെ മിന്നും താരവും കേരള ഫുട്ബോൾ അസോസിയേഷൻ അംഗീകൃത റഫറിയുമായിരുന്ന വലിയപറമ്പിലെ TK അനിൽകുമാറിന്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനായി വേറിട്ട കാരുണ്യയാത്ര നടത്തി ഹാപ്പി ക്രൂയിസ് ഹൗസ് ബോട്ട് ഉടമകൾ. കവായി കായലിലൂടെ നടത്തിയ 2 മണിക്കൂർ കാരുണ്യയാത്രയിലൂടെ അവർ സ്വരൂപിച്ചത് 1.5 ലക്ഷത്തിൽ പരം രൂപയാണ്. ഒരു കാലത്ത് വിവിധ സ്ഥലങ്ങളിലെ കളിക്കളങ്ങളിൽ കാൽപന്തുകളി മത്സരങ്ങളിൽ മിന്നൽ പിണറായി വലിയപറമ്പിൽ നിന്നും എത്തിയ TK അനിൽകുമാർ കളി ആസ്വാദകർക്ക് ആവേശമായിരുന്നു. അതോടൊപ്പം പൊതുപ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി ചികിത്സയ്ക്ക് പണം കണ്ടെത്തി നൽകുന്നത് പോലെ ആദ്യമായി ഹൗസ് ബോട്ട് കായലിൽ ഇറക്കി കാരുണ്യയാത്ര നടത്തിയാണ് ബോട്ടുടമകൾ അർബുദബാധിതനായ അനിൽകുമാറിന്റെ ചികിത്സയ്ക്കായി തുക സ്വരൂപിച്ചത്. വലിയപറമ്പ് KGM ക്ലബിന്റെ സജീവ പ്രവർത്തകനായ അനിൽകുമാർ 5 വർഷമായി ചികിത്സയിലാണ്. 51-കാരനായ ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ലക്ഷക്കണക്കിന് രൂപ വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു മാസം 1.5 ലക്ഷം രൂപയുടെ മരുന്നുകൾ കഴിച്ചാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചികിത്സ തുടർന്നു കൊണ്ടുപോകുന്നതിന് പണം സ്വരൂപിക്കാൻ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. വലിയപറമ്പിലെ കുമാറിന്റെയും TK മാധവിയുടെയും മകനാണ് അനിൽകുമാർ. PV സുനിതയാണ് ഭാര്യ. ജന്മന അസുഖബാധിതനായ ഏകമകൻ അഭിജിത്ത് 21 വർഷമായി വീൽ ചെയറിലാണ് ജീവിതം നീക്കുന്നത്. ഹാപ്പി ക്രൂയിസ് ഹൗസ് ബോട്ട് നേതൃത്വത്തിൽ നടത്തിയ കാരുണ്യയാത്രയിൽ സമാഹരിച്ച തുക ഭാരവാഹികൾ അനിൽകുമാർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ബോട്ടിൽ നടന്ന ലളിതമായ ചടങ്ങിൽ കൈമാറി. ചടങ്ങിൽ M സജേഷ് അധ്യക്ഷത വഹിച്ചു. ചികിത്സാ സമിതി കോർഡിനേറ്റർ ഖലീഫ ഉദിനൂർ, NP തമ്പാൻ, K ബാലൻ, PP അശോകൻ, KV ഹരിദാസ്, C രാജു, C കുമാരൻ, KM രാജേഷ് കുമാർ, PP സോമൻ, KV സജിത്ത്, M പ്രലീപ്, A ബിജു, M രാമചന്ദ്രൻ, TP ഉഷ, KV ബാബുരാജൻ, ഉദിനൂർ സുകുമാരൻ, സുധീരൻ മയ്യിച്ച എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ ഏറെ മാറ്റങ്ങളുമായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ബുധനാഴ്ച പ്രവേശനോത്സവം നടന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 41 സ്കൂളുകൾ ഉൾക്കൊള്ളുന്ന പയ്യന്നൂർ റീജിയണൽ തല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. 4 വിഭാഗങ്ങളിലായി വെബ് ഡെവലപ്പർ, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, FTCP, ഗ്രാഫിക് ഡിസൈനർ, ഫ്ലോറികൾച്ചറിസ്റ്റ്, ഇന്റീരിയർ ലാൻഡ്സ്കേപ്പർ, മൈക്രോ ഇറിഗേഷൻ, മാസ്റ്റർ ഗാർഡനർ, ലാബ് ടെക്നീഷ്യൻ, ഫാർമ ലാബ്, ഡയറ്റിക് എയ്ഡ്, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ്, ബ്യൂട്ടി തെറാപ്പിസ്റ്റ്, ഫാഷൻ ഡിസൈനിംഗ്, ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഓപ്പറേഷൻ തുടങ്ങി 34 ഇനങ്ങളിലുള്ള കോഴ്സുകളാണ് പയ്യന്നൂർ റീജിയണിന് കീഴിൽ പഠിപ്പിക്കുന്നത്. കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നവർക്ക് അന്തർദേശീയ അംഗീകാരമുള്ള NSQF സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വോയേജ് 2025 പ്രവേശനോത്സവം VHSE പയ്യന്നൂർ റീജിയണൽ അസിസ്റ്റന്റ് ഡയറക്ടർ ER ഉദയകുമാരി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ KV ഗോപിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. KP അബ്ദുള്ള മുഖ്യാതിഥിയായി പങ്കെടുത്തു. NSS കോർഡിനേറ്റർ ബിജു പ്രമോദ്, K ഇന്ദിര എന്നിവർ മൊഡ്യൂൾ അവതരണം നടത്തി. പഞ്ചായത്ത് അംഗം VP സുനീറ, PP അബ്ദുള്ള മാസ്റ്റർ, B വിനോദ് കുമാർ, PP ദാവൂദ്, TP റഹീന, PP ഷീന എന്നിവർ സംസാരിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കറന്തക്കാട് ബില്ലവ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് സൗജന്യ പുസ്തക വിതരണം നടത്തി. കറന്തക്കാട് ബില്ലവ സേവാ സംഘം ഹാളിൽ നടന്ന പരിപാടി ബ്രഹ്മപൈതർക്കള ഖരടി മുഖ്യ പുരോഹിതൻ രമേശ് പൂജാരി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കറന്തക്കാട് ബില്ലവ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ പുസ്തക വിതരണ പരിപാടി സംഘടിപ്പിച്ചു. കറന്തക്കാട്ടെ ബില്ലവ സേവാ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തത്.
ബ്രഹ്മ ബൈതർക്കള ഗരടിയിലെ മുഖ്യ പുരോഹിതൻ രമേശ് പൂജാരി നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലവ മീപ്പുകുരി കുട്ടികൾക്ക് പുസ്തക വിതരണം നടത്തി. ചടങ്ങിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും ബില്ലവ സേവാസംഘം പ്രസിഡന്റ് രഘു കെ മീപ്പുകുരി സംസാരിച്ചു. മുൻ നഗരസഭാംഗം രവി കറന്തക്കാട് മുഖ്യാതിഥിയായിരുന്നു. ബില്ലവ സേവാസംഘം സെക്രട്ടറി ഹരികാന്ത് കാസർഗോഡ് സ്വാഗതവും ട്രഷറർ ഷമ്മി കുമാർ നന്ദിയും പറഞ്ഞു. കമലാക്ഷ സൂർലു, ഹരീഷ് KR, സതീഷ്, മൈന്ദപ്പ, രവി പൂജാരി, ചന്ദ്രകല, സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രേംജിത്ത് പരിപാടി നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഖാസി സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ 10ാമത് ഉറൂസ് മുബാറക്കും തങ്ങൾ സ്ഥാപിച്ച ഹൊസങ്കടി മൾഹർ സ്ഥാപന സമുച്ചയത്തിന്റെ രജത ജൂബിലി ആഘോഷവും വ്യാഴാഴ്ച ആരംഭിക്കും. മത, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉറൂസിന്റെയും മൾഹർ സിൽവർ ജൂബിലിയുടെയും ഔപചാരിക ഉദ്ഘാടനം 19-ന് വ്യാഴാഴ്ച വൈകിട്ട് സമസ്ത കേന്ദ്ര ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ നിർവഹിക്കും. രാത്രി 7-ന് സ്വലാത്ത് മജ്ലിസ് നടക്കും. 20-ന് വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം ഇമ്പിച്ചിക്കോയ തങ്ങൾ ബായാർ അനുസ്മരണ സംഗമം, ആത്മീയ സംഗമം ഹദായ, ജൽസത്തുന്നീസ എന്നിവ നടക്കും. 21-ന് മൾഹരി പണ്ഡിത സംഗമം, യുവ പണ്ഡിതർക്ക് സ്ഥാനവസ്ത്ര വിതരണം, പ്രാസ്ഥാനിക സമ്മേളനം, സന്നദ്ധാന സമ്മേളനം എന്നിവ നടക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സന്നദ്ധാനം നിർവഹിക്കും. ഉറൂസ് സമാപന ദിവസമായ 22-ന് രാവിലെ മൗലിദ് പാരായണവും 10 മണിക്ക് തബറുക്ക് വിതരണവും നടക്കും. ബഹുമാന്യരായ മൾഹറിന്റെ സ്ഥാപകൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ 10ാം ഉറൂസ് പരിപാടിയും ഈ വരുന്ന 19 മുതൽ 22 വരെ നടക്കുകയാണ്. വ്യത്യസ്തമായ പരിപാടികളോടെയാണ് ഉറൂസ് പരിപാടിയും സിൽവർ ജൂബിലി നടക്കുന്നത്. സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ സഅദി അൽ ബുഖാരി മൾഹർ, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, അഡ്വക്കേറ്റ് ഹസൻ കുഞ്ഞി മൾഹർ, അബ്ദുൽ ബാരി സഖാഫി, മുഹമ്മദ് ഉമൈർ മൾഹരി കളത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയിൽ മഞ്ചേശ്വരത്ത് കുന്നിടിഞ്ഞ് വൻ നാശനഷ്ടം. മിയപ്പദവിലെ കർഷകനായ ബാബുവിന്റെ വീടിനടുത്താണ് കുന്നിടിഞ്ഞ് വീണത്. വീട് ഏത് നിമിഷവും തകർന്നു വീഴാറായ നിലയിലായതിനാൽ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ കുന്നിടിഞ്ഞ് വൻ നാശനഷ്ടം. മഞ്ചേശ്വരം മീഞ്ച പഞ്ചായത്തിലെ മിയപ്പദവു വിദ്യാവർദ്ധക ഹൈസ്കൂളിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന കർഷകനായ ബാബുവിന്റെ വീടിനടുത്താണ് കുന്ന് ഇടിഞ്ഞു വീണത്. വീട് ഏത് നിമിഷവും തകർന്നു വീഴാറായ നിലയിലാണ്. വീടിന് ചുറ്റുമുള്ള കൽഭിത്തിയും പൂർണ്ണമായും തകർന്ന് വീടിന്റെ അടിത്തറ വരെ എത്തിയതിനാൽ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. തോട്ടത്തിലെ കിണർ, മോട്ടോർ പമ്പ്, തെങ്ങ്, റബ്ബർ വിളകൾ എന്നിവ പൂർണ്ണമായും നശിച്ചു. നിരവധി വൈദ്യുതി തൂണുകൾക്കും മഴയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മീഞ്ച പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി ആർ ഷെട്ടി, വൈസ് പ്രസിഡന്റ് ജയറാം ബല്ലാങ്കുടൽ, അസിസ്റ്റന്റ് സെക്രട്ടറി നാരായണ, വാർഡംഗം കുസുമ മോഹൻ, വില്ലേജ് കൃഷി ഓഫീസർമാർ, വിവിധ വാർഡംഗങ്ങൾ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പെരുതടി സോളാർ തൂക്കുവേലിയുടെ ഉദ്ഘാടനം നടന്നു. MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പെരുതടി വന്യമൃഗശല്യം രൂക്ഷമായി നേരിടുന്ന എണ്ണെ പ്ലാന്റേഷൻ മുതൽ പുളിങ്കൊച്ചി വരെയുള്ള തൂക്കുവേലിയുടെ ഉദ്ഘാടനം നടന്നു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. PM കുര്യാക്കോസ്, പത്മകുമാരി, ലത അരവിന്ദ്, സുപ്രിയ ശിവദാസ്, രാധാ സുകുമാരൻ, പ്രീതി KS, വിൻസെന്റ്, KJ ജെയിംസ്, KK വേണുഗോപാൽ, സുകുമാരൻ, സനിൽകുമാർ, R ബാബു തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ചടങ്ങിൽ കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ K അഷ്റഫ് സ്വാഗതവും രാഹുൽ K റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 പ്രവേശനോത്സവം വരവേൽപ്പ് 2025 നടന്നു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 പ്രവേശനോത്സവം വരവേൽപ്പ് 2025 നടന്നു. പരിപാടിയുടെ ഭാഗമായി പുതുതായി പ്രവേശനം നേടിയ +1 വിദ്യാർത്ഥികളെ ആനയിച്ചുകൊണ്ട് സ്കൂൾ കവാടത്തിൽ നിന്നും ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുഷ്പ MG, വാർഡ് മെമ്പർ P മിനി, വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ M, ചിത്താരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് A പവിത്രൻ മാസ്റ്റർ, SMC ചെയർമാൻ പവിത്രൻ ശ്രീരേഖ, ധന്യ അരവിന്ദൻ, രാധ M, ജനാർദ്ദനൻ,
പ്രേമ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. പ്രവേശനോത്സവ ഭാഗമായി 2015-17 +2 ബാച്ച് മധുരപലഹാര വിതരണവും നടത്തി. പ്രിൻസിപ്പാൾ പ്രിയ VK സ്വാഗതവും ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പാവന S നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാഞ്ഞങ്ങാട് റീജിയണൽ ബിസിനസ് ഓഫീസ് ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വച്ചായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാഞ്ഞങ്ങാട് റീജിയണൽ ബിസിനസ് ഓഫീസ് ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അങ്കിത ഷിബു റോബോട്ട് നേതൃത്വം നൽകി. SBI റീജിയണൽ മാനേജർ രാകേഷ് പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടിയെപ്പറ്റിയും രക്തദാനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും വിശദീകരിച്ച് സംസാരിച്ചു. ബ്ലഡ് ബാങ്ക് കൗൺസിലർ അരുൺ ബേബി സ്വാഗതവും SBI മാനവശേഷി വിഭാഗം മാനേജർ ആരിഷ് K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളങ്കര മാലിക് ദിനാർ പള്ളിക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. ബാംഗ്ലൂർ DJ ഹള്ളിയിലെ മുജാഹിദിന്റെ മകൻ ഫൈസാനാണ് മരിച്ചത്. കുളത്തിൽ കുളിക്കാനിറങ്ങിയ അനുജനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫൈസാൻ മുങ്ങി മരിച്ചത്. ദേശീയപാത 66ന്റെ നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന് ദേശീയപാത അതോറിറ്റി 1 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തി. കാസർഗോഡ് ജില്ലയിലെ ചെങ്കള നീലേശ്വരം റീച്ചിന്റെ നിർമ്മാണ ചുമതലയാണ് മേഘയ്ക്കുള്ളത്. പെരുമ്പളക്കടവ് കോവലിൽ 100ഓളം വീടുകളിൽ വെള്ളം കയറി. വീടുകളിലും പരിസരങ്ങളിലും മലിനജലം കയറിയതോടെ പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കടലാക്രമണം രൂക്ഷമായതോടെ പെർവാട് കടപ്പുറത്ത് ജിയോ ബാഗ് കടൽ ഭിത്തിയും കടലെടുക്കുന്നു. ആശങ്കയിൽ ജനങ്ങൾ. മംഗളൂരു ജെപ്പിനമുകളിലുണ്ടായ വാഹനാപകടത്തിൽ NSUI നേതാവും സുഹൃത്തും ദാരുണമായി മരിച്ചു. NSUI ദക്ഷിണ കന്നഡ ജില്ലാ വൈസ് പ്രസിഡന്റ് ഓം ശ്രീ പൂജാരി, സുഹൃത്ത് അമൻ റാവു എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ചെറുവത്തൂർ കുളങ്ങാട്ട് മലയുടെ കാടാങ്കോട് പൊള്ളയിൽ ഭാഗത്ത് കുന്നിടിഞ്ഞു. പാറക്കല്ലും ചരൽ മണ്ണും ഇളകി നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപം വീണു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.